നമസ്കാരം. ഹാർവസ്റ്റ് ടി വി ഒരുക്കുന്ന പ്രവാസി സംഗീതം എന്ന പ്രോഗ്രാമിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുവൈറ്റിലുള്ള ക്രിസ്തീയ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാം കലാകാരന്മാരുടെ തങ്ങളുടെ കഴിവുകളെപ്പറ്റിയും അവരുടെ വ്യക്തിപരമായോ ഈ കുവൈറ്റിലുള്ള ജീവിതത്തെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം ഈ എപ്പിസോഡിൽ അതിഥിയായിട്ട് നമുക്ക് ഇന്നെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ജോമി പി ജോസഫ് ആണ്. പ്രിയപ്പെട്ട ജോമിയെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. ജോമി, എത്ര നാളായി പ്രവാസിയായിട്ട് ഏകദേശം 22 വർഷം ആകുന്നു. 22 ദീർഘവർഷങ്ങൾ. അല്ല, അപ്പോൾ പ്രവാസി ഞാൻ ഉദ്ദേശിക്കുമ്പോൾ കുവൈറ്റിലേക്ക് മാത്രമാണ്, അതോ ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയിരുന്നോ? ഇല്ല, കുവൈറ്റിലാണ്. നാട് വിട്ട് കുവൈറ്റിലായിട്ട് ഏതാണ്ട് 20-ലധികം വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്തു ജീവിക്കുന്നു. വന്നപ്പോൾ തൊട്ടേ ഒരേ കമ്പനിയിലാണോ ജോലി? അല്ലല്ല, പല കമ്പനിയിലായിട്ട് ജോലി തുടർന്ന് വരുന്നു. സാധാരണ പ്രവാസികളോട് ഞങ്ങൾ ചോദിക്കാറുള്ളൊരു ചോദ്യം, പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ജോലിയാണോ അതോ? എൻ്റെ പ്രൊഫഷൻ ഡ്രൈവിംഗ് ആണ്. ഡ്രൈവർ ജോലി ചെയ്തു വരുന്നു. അതുതന്നെയാണ് ഇവിടെയും ഇപ്പോഴും ചെയ്തു വരുന്നത്. നല്ല കാര്യം. അതൊരു വലിയ സാറ്റിസ്ഫാക്ഷനാണ് എല്ലാവർക്കും. പലരും പഠിച്ചതൊന്ന് ഇവിടെ വന്ന് സാഹചര്യം മാറുമ്പോൾ തീർച്ചയായിട്ടും ജോലി മാറും. ഏതായാലും ആ പ്രൊഫഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ സന്തോഷം. അങ്ങനെ ഷിഫ്റ്റ് ഉണ്ടോ അതോ പകൽ മാത്രമേ ഉള്ളൂ ജോലി? ഷിഫ്റ്റ് ഉണ്ട്, 2 ഷിഫ്റ്റാണ്. 2 ഷിഫ്റ്റായിട്ട് പോകുന്നു. എന്നാലും മാനേജ് ചെയ്ത് പോകാം. കുഴപ്പമില്ല. ഓക്കെ. തീർച്ചയായിട്ടും ജോമി ഈ പ്രദേശത്ത് ജോമിയുടെ സംഗീതപരമായ ടാലൻറ്റ് അത് കുടുംബപരമായിട്ട് കിട്ടി, മാതാപിതാക്കളിൽ നിന്നും കിട്ടിയതാണോ? മാതാപിതാക്കൾ പാടുന്നവരാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഉണരുന്നത് 4 മണിക്ക്. ഈ വീട്ടിലൊക്കെ പശു ഒക്കെ ഉള്ളതുകൊണ്ട് അച്ചാച്ചനും അമ്മച്ചിയും രാവിലെ ഉണരും 4 മണിക്ക്. അപ്പോൾ ഞങ്ങൾ ഉണരുന്നത് അവരുടെ പാട്ടുകൾ കേട്ടാണ്. തീർച്ചയായിട്ടും രാവിലത്തെ പ്രാർത്ഥന അതിൻ്റെ ഒരു നന്മയാണ് നമ്മളിപ്പോഴും അനുഭവിക്കുന്നത്, സത്യം പറഞ്ഞു. തീർച്ചയായും ഞാനിപ്പോൾ കരുതുന്നത് അവരിൽ നിന്നും ലഭിച്ച ആ ഒരു എന്താ പറയുക, ചെറിയൊരു കഴിവ് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നാട്ടിൽ വെച്ച് തന്നെ ഇതിനെ ഈ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ? സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലും ഈ ടാലന്റ് പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് സ്ഥലങ്ങളിൽ പാടാറുണ്ട്. സ്കൂളിലൊക്കെ പോയി എല്ലാ സ്ഥലങ്ങളിലും പോയി പാടാറുണ്ട്. സഭയുമായിട്ട് ചേർന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഏത് പള്ളിയിലാണ്? സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ. ഇവാഞ്ചലിക്കൽ. സന്തോഷം. അപ്പോൾ നാട്ടിലും ഈ പള്ളിയോട് ചേർന്ന് അല്ലെ പള്ളിയുടെ ഗായക സംഘത്തോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു? ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. കൊയറിലുണ്ട്. ഇപ്പോഴും കുവൈറ്റ് ഇടവകയിൽ കൊയറിലെ ഒരു അംഗമാണ്. അങ്ങനെ പോകുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, സാറിന് ഈ പറഞ്ഞ പോലെ ഈ ജോലി 2 ഷിഫ്റ്റിലുള്ള ജോലിയും ഗായക സംഘവും ഇടവകയുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടല്ലേ? ബുദ്ധിമുട്ടാണ്. ജോലി സംബന്ധമായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമ്മുടെ സൗകര്യത്തിനല്ലല്ലോ പള്ളി അല്ലേ? പള്ളിയുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ മാറണം അല്ലേ? അപ്പോൾ അതിൻ്റെ ചെറിയ പ്രയാസങ്ങളുണ്ട്. എന്നാലും ഒരു കിട്ടുന്ന അവസരങ്ങളെല്ലാം ട്രൈ ചെയ്യാറുണ്ട്. കിട്ടുന്ന അവസരങ്ങളൊക്കെയും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയല്ലേ? ഈ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടവും. അങ്ങനെ ജോമിയൊരു നല്ല പാട്ടുകാരനാണെന്ന് ഞാനും കുവൈറ്റ് വന്ന് പിന്നെ കേട്ടുമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ജോമിയുടെ ഒരു പാട്ട് നമുക്ക് ആദ്യം കേട്ടു നോക്കാം. ജോമി ഏത് പാട്ടാണ് ആദ്യം പാടുന്നത്? ഞാനിപ്പോൾ പാടാൻ പോകുന്നത് ഒരു മനോഹരമായൊരു ഗാനമാണ്. യേശുവിൻ അടിസ്ഥാനം ആശ്രയം അവനിലത്രേ. ആ പാട്ടിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. അതായത് നമ്മൾ മറ്റു പലതിലും ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് അല്ലേ? പക്ഷേ ഈ പാട്ടുകാരൻ വ്യക്തമായിട്ട് പറഞ്ഞു, ആശ്വാസത്തിൻ്റെ പൂർണ്ണത അത് കർത്താവിൽ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഇന്ന് ഈ പാട്ട് കേൾക്കുന്ന ആരുടെയെങ്കിലും മനസ്സിൽ ആശ്വാസം ഇല്ലാതിരിക്കുവാണെങ്കിൽ അവരുടെ ഒരു ആശ്വാസത്തിൻ്റെ പൂർണ്ണത ഈ പാട്ടിലൂടെ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ജോമിയുടെ പാട്ടിലേക്ക് കിടക്കാം.
യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും എത്ര മധുരമാവൻ നാമമെനിക്കു പാർക്കാൻ ഓർത്തുവരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു ഓർത്തുവരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു ദുഃഖം ദാരിദ്ര്യമെന്നെ വൈക്കുണ്ടു ശക്തി എന്നെ കൈക്കു പിടിച്ചു നട തീ കൊണ്ടു പോകുന്നവൻ കൈക്കു പിടിച്ചു നട തീ കൊണ്ടു പോകുന്നവൻ രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാ വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാ യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ജോമി നല്ല അതിമനോഹരമായിട്ട് പാടി. ഒരു പാട്ട് ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന എപ്പോഴാണെന്ന് നമുക്കറിയാലോ. അതിൻ്റെ ഈണവും അതിൻ്റെ വരികളും അത് കൂടാതെ ആ പാടുന്നതിൻ്റെ ഭംഗി ഇതിനകത്തെല്ലാം ഉണ്ടായിരുന്നു ആ പാട്ടിനകത്തല്ലേ. ദുഃഖം ദാരിദ്ര്യം എന്തും വന്നോട്ട് എന്നാലും എൻ്റെ ആശയും ആശ്രയവും എല്ലാം കർത്താവിലാണ്. അത് പാടുന്ന ഒരു പക്ഷേ ഒരു വിശ്വാസി അത് പാടുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഒരു അനുഭവമായിരിക്കും. നന്നായിരുന്നു, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ തീർച്ചയായിട്ടും ഞങ്ങൾ വിചാരിക്കുകയാണ്. ജോമി പറഞ്ഞു, ജോമിയുടെ കുടുംബത്തെ പറ്റി പറയാം. കുവൈറ്റിൽ ഇപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുകയല്ലേ? അതെ, ഞാനും വൈഫും ഇവിടെയാണ്. വൈഫ് ഇവിടെ കുവൈറ്റിൽ തന്നെയാണ് ജോലി ചെയ്യുന്നു. അതുകൂടാതെ എന്തോ ശ്രീലങ്കയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്.
സത്യമാണോ? അത് സത്യമാണ്. ഓ, വൈഫ് ശ്രീലങ്ക സ്വദേശിയാണ്. അല്ല, അതിന് വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവിടെ? പ്രയാസങ്ങൾ ഒന്നുമില്ല, പക്ഷേ അതിൻ്റെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും. ഓക്കെ, അങ്ങനെയുള്ള പേപ്പർ വർക്ക്സ് ലീഗലാക്കാനുള്ള ലീഗലായിട്ടുള്ള ചെയ്യേണ്ടതായിട്ട് വന്നു. സാർ നാട്ടിൽ വെച്ചായിരുന്നു കല്യാണം. ഓ ശരി ശരി. നാട്ടിൽ വെച്ചായിരുന്നു കല്യാണം നടന്നത്. ശരി. വൈഫ് പാടുമോ? പാടില്ല, വലിയ കാര്യമായിട്ട് പാടില്ല. എന്തായാലും വേറെ എന്തെങ്കിലും ടാലൻറ്റ് ഇല്ല, സപ്പോർട്ട് നമ്മളെ പൂർണ്ണമായിട്ട്, അതാണ് സാറേ ഏറ്റവും ശരിക്കും അത്യാവശ്യം അല്ലേ? നമ്മുടെ ഈ 2 ഷിഫ്റ്റിനിടയിൽ അതും ഈ ടാലൻറ്റും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കൂടെയുള്ള ആളിൻ്റെ പൂർണ്ണമായ ഒരു സപ്പോർട്ട്. അപ്പോൾ അത് പലരും പറയാറില്ല, ഞാൻ എൻ്റെ മിടുക്കൊണ്ടാണെന്നൊക്കെ പറയും. എന്നാലും പക്ഷേ അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഓരോ പ്രോഗ്രാമിനും പള്ളിയിലും ഒക്കെ പോകുന്നതിൻ്റെ പിന്നിൽ നമ്മളെ ഈ സമയത്ത് ഇതിനായിട്ട് വിടുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെയുള്ളവരുടെ സപ്പോർട്ടാണ്. അതിനെ ഒരിക്കലും നമ്മൾ ചെറുതായിട്ട് കാണുന്നില്ല. ഞാനും അങ്ങനെ എപ്പോൾ എന്ത് പ്രോഗ്രാമിനും ആണെങ്കിലും എൻ്റെ വീട്ടിലുള്ളവരായിരിക്കും, എൻ്റെ കുടുംബത്തിലുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ അതിൻ്റെ പിന്നിൽ സഹിക്കുന്നത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും നല്ല കുടുംബിനിയായി അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ഞങ്ങളും നേരുന്നു, അനുഗ്രഹമായി തീരട്ടെ. പിന്നെ ഈ സംഗീതത്തിലുള്ള അച്ചീവ്മെൻറ്റ് എന്തെങ്കിലും പ്രോഗ്രാമുകൾക്ക് വളരെ പാടിയല്ല മനസ്സിലേറ്റവും കൂടുതൽ സന്തോഷം ഈ ടാലൻ്റ് ഉള്ളത് കൊണ്ടുണ്ടായ? ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ പള്ളിയിലൊക്കെ പാടുമ്പോഴാണ്. പള്ളിയിൽ കൊയറിനോട് ചേർന്ന് ആരാധനയ്ക്കൊക്കെ പോകുമ്പോഴും പാടുമ്പോൾ ഞാനേറെ സന്തോഷം, എനിക്കൊരു സമാധാനം ലഭിക്കാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എനിക്ക് പള്ളിയിൽ എല്ലാ ആഴ്ചകളിലൊന്നും പോകാൻ സാധിക്കാറില്ല. അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം ഓടി ചെല്ലാറുണ്ട്. ആ സമയത്തൊക്കെ എവിടേക്കാണ് അവിടെയൊക്കെ കയറി ചെന്ന് പാടാറുണ്ട്. തീർച്ചയായിട്ടും ജോമി, അങ്ങനെ ആയല്ലേ? നമ്മൾ ഈ ജോലി ചെയ്ത തിരക്കും അവിടുത്തെ ടെൻഷനും കഴിഞ്ഞിട്ട് ഈ പള്ളിയിലോട്ട് ഓടി വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഭാരങ്ങൾ അവിടെ ഇറക്കി വെക്കുന്നല്ലേ? ശരിക്കും കണ്ണു നിറഞ്ഞു പോകുന്ന ചില അനുഭവങ്ങളുണ്ട്. ഒത്തിരി ഭാരങ്ങളായിട്ട് പള്ളിയിലോട്ട് വരുമ്പോഴാണ് ഒന്നില്ല പള്ളിയിൽ കൂടി ഒന്ന് പാടുക, അന്ന് കേൾക്കുന്ന വചനം, അന്ന് കേൾക്കുന്ന അനുഭവം, അങ്ങനെ ദൈവം നമ്മളോട് ശരിക്കും ഇടപെടുന്നതല്ലേ? അങ്ങനെ ഒരു വലിയ അനുഭവങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജോമിയുടെ അടുത്ത പാട്ടുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഏതാണ് അടുത്ത പാട്ട്? ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞ് തളർന്നപ്പോൾ തുണയായി വന്നവൻ യേശു. അങ്ങനെ ഒരു യേശു ഉണ്ട് അല്ലേ? ഉറപ്പായിട്ടും ജീവിതത്തിൻ്റെ അനുഭവമാണ്. പാട്ട് എഴുതിയത് വേറൊരാളാണെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം. ഭാരങ്ങളാൽ തളരുമ്പോഴൊക്കെ തണലായി താങ്ങായി നിൽക്കുന്ന ഒരു കർത്താവുണ്ടെന്നുള്ളത് പറയുന്നതൊക്കെ ഒരു വലിയ ഭാഗ്യം. അപ്പോൾ തീർച്ചയായിട്ടും ജോമിയിലൂടെ നമുക്ക് ജീവിതത്തോണി എന്നുള്ള ആ പാട്ട് വീണ്ടും കേട്ടു നോക്കാം. ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു. ദുഃഖത്തിൻ ചുഴിയിൽ മുങ്ങി മുങ്ങി താണപ്പോൾ തീരം ചേർത്തവനേശു. ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു. ദുഃഖത്തിൻ ചുഴിയിൽ മുങ്ങി മുങ്ങി താണപ്പോൾ തീരം ചേർത്തവനേശു. വേദനയിൽ ഞാൻ അമർന്നപ്പോൾ ആശ്വാസം തന്നതേശു. യാതനയെല്ലാം ആനന്ദമായി എന്നിൽ തീർത്തവനേശു. എൻ്റെ ഘോര ദുരിതങ്ങളെല്ലാം നന്മയായി മാറ്റിയതേശു. എന്നുമെന്നും തൻ കൈകളിൽ എന്നെ കാത്തവനേശു. ജീവിതത്തോണി
വന്നവനേശു. ദുഃഖത്തിൻ ചുഴിയിൽ മുങ്ങി മുങ്ങി താണപ്പോൾ തീരം ചേർത്തവനേശു. കുരിശു ചുമന്നു തളർന്നപ്പോൾ താങ്ങി നടത്തിയതേശു. മിത്രങ്ങൾ പോലും ത്യജിച്ചിടുമ്പോൾ അഭയം നൽകുന്നതേശു. പാപച്ചേറ്റിൽ വീണലഞ്ഞപ്പോൾ മോചനമേകിയതേശു. ക്ലേശങ്ങളിൽ മുങ്ങിത്താഴുമെന്നെ കോരിയെടുത്തവനേശു. ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു. ദുഃഖത്തിൻ ചുഴിയിൽ മുങ്ങി മുങ്ങി താണപ്പോൾ തീരം ചേർത്തവനേശു. ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു. ദുഃഖത്തിൻ ചുഴിയിൽ മുങ്ങി മുങ്ങി താണപ്പോൾ തീരം ചേർത്തവനേശു. എന്നാ ഫീലായിരുന്നു ജോമി ശരിക്കും. അത് വേദനയാൽ ഞാൻ തളർന്നപ്പോൾ, അങ്ങനെ കുറേ വരികളല്ലേ. അത് പക്ഷേ കേട്ടപ്പോൾ എനിക്കും ജീവിതത്തിൽ വലിയ സന്തോഷം തോന്നി. അങ്ങനെ പ്രയാസങ്ങളുടെ നടുവിലും ഈ ദൈവസന്നിധിയിലോട്ട് അടുന്ന് വരുമ്പോഴാകുന്ന എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും വഹിക്കുന്നവനായ ഒരു ദൈവം. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മൾ പാടുമ്പോഴാണ് കേൾവിക്കാർക്കും അതൊരു അനുഭവമായിട്ട് മാറുന്നത്. അത് ഈ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾക്കുള്ള വലിയ പ്രത്യേകത. അത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലോട്ട് എങ്ങനെ ക്രിയ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അല്ല ഒരു പാട്ട് പാടി പോകുന്നതിനേക്കാൾ ഉപരി അത് ഉള്ളിലൊരു മനുഷ്യൻ്റെ ഉള്ളിൽ എങ്ങനെ ക്രിയ ചെയ്തു എന്ന് ഒരു മനുഷ്യനെങ്കിലും ഈ പ്രോഗ്രാമൊക്കെ കഴിയുമ്പോഴേ നല്ലായിരുന്നു, മനസ്സിന് ഭയങ്കര അനുഗ്രഹം തോന്നി, സന്തോഷം തോന്നി എന്ന് പറയാം. വീണ്ടും നമുക്ക് തിരിച്ച് ജോമിയുടെ നാട്ടിലെ കുടുംബത്തെപ്പറ്റി കുറച്ചുകൂടെ പറയാമോ? മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഒക്കെ എന്ത് ചെയ്യുന്നു? നാട്ടിൽ അച്ചാച്ചൻ, അമ്മച്ചി, 2 സഹോദരന്മാർ, ഒരാൾ ജോഫി, ജോസ്മി, 2 സഹോദരങ്ങളാണ്. ജോസ്മി അവിടെ തന്നെ നാട്ടിൽ തന്നെ ജോലി ചെയ്ത് പോകുന്നു. ജോഫി ഇവാഞ്ചലിസ്റ്റാണ്. ഇവാഞ്ചലിക്കൽ സഭയുടെ, നിങ്ങളുടെ സഭയുടെ തന്നെ ഇവാഞ്ചലിസ്റ്റാണ്. നാട്ടിൽ തന്നെയാണോ അതോ കേരളം വിട്ട് വേറെ എവിടെയെങ്കിലും? ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ തന്നെയാണ്. അദ്ദേഹം നല്ലൊരു ഗായകനും കൂടിയാണ്. ഓ അതെ, തീർച്ചയായിട്ടും കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും ഈ താരം എല്ലാവരും പാടും. അച്ചാച്ചൻ, അമ്മച്ചി, ജോസ്മി, ജോഫി എല്ലാവരും പാടും. ഏറ്റവും നന്നായിട്ട് പാടുന്നത് ജോഫിയാണ്. ഓ ശരി. ജോഫി, ഞാനും അവൻ്റെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേൾക്കാൻ. ഈ ഒരു ശുശ്രൂഷയുമായിട്ട് അല്ലേ? ഇതൊരു ശുശ്രൂഷ തന്നെ, നമ്മളെ കൊണ്ട് പറ്റുന്നിടത്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നത് ഒരു ശുശ്രൂഷ തന്നെ അല്ലേ? തീർച്ചയായിട്ടും ഒരു വീട്ടിൽ 3 മക്കളും ഈ ഒരു ഫീൽഡിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡല്ല, ഈ ഒരു ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ അവരുടെ ഒരു പ്രാർത്ഥന, അനുഗ്രഹവും അവരുടെ കണ്ണുനീരും ഒക്കെ. തീർച്ചയായും എത്രയോ പേരുണ്ട് വലിയ പണക്കാരും അല്ലെ വലിയ സ്ഥാനമാനങ്ങളും ഒക്കെ ഉള്ളവർ, മക്കളെ ഓർത്ത് പ്രയാസപ്പെടുന്നവർ. പക്ഷേ തീർച്ചയായിട്ടും ജോമിയുടെ മാതാപിതാക്കൾക്കൊരു സന്തോഷമാണ്, 3 മക്കളും ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്നു എന്ന് പറയുന്നത്. ഞങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ സ്നേഹിക്കാൻ. തീർച്ചയായിട്ടും സ്നേഹിക്കാനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും. ഞങ്ങളുടെ കുടുംബത്തിൽ പരസ്പരം സ്നേഹത്തിൽ മുന്നോട്ട് പോകുവാനാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും. ആ ഒരു വഴിക്ക് ഞങ്ങൾ ഇന്നും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവം അതിന് കൂടുതലായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഭാഗ്യം ദൈവം നൽകട്ടെ എന്ന് ഞാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന അതാണ്.
തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ആശംസ അതാണ്. അതെ, ജീവിതത്തിൽ ദൈവം ആയുസ് തരുന്നിടത്തോളം കാലം മാതാപിതാക്കളെ സ്നേഹിക്കുകയും സഹോദരങ്ങളെയും സ്നേഹിച്ച് എവിടെയായിരുന്നാലും ഈ താലന്ത് കൈവിടാതെ, മുമ്പേ പറഞ്ഞതുപോലെ ഒരു യൂട്ടിയുടെ ഇടയിൽ നിന്നും ഓടി പള്ളിയിൽ ചെല്ലണം, അത് ഒരു ജീവിതത്തിൻ്റെ ഒരു ശീലമായിട്ട് മാറും അല്ലേ. ഇന്നെനിക്ക് പള്ളിയിൽ പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ആരാധനയോട് പങ്കെടുത്തില്ലെങ്കിൽ അത് മനസ്സിനൊരു ഭാരമാകുന്നു. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കും തോറും നമുക്ക് ഈ ചെറിയ തടസ്സങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. ജോലി കഴിഞ്ഞിട്ടാണെങ്കിലും ഓടിച്ചെന്ന് പോകുന്നതും ഇടവകയോടും ഇടവകയുടെ സംഗീത വിഭാഗങ്ങളോടുമൊക്കെ ചേർന്ന് ചെയ്യുന്നത് ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട പ്രവൃത്തിയാകട്ടെ. ജോമിയുടെ മനസ്സിലെ ആഗ്രഹങ്ങളെയൊക്കെ ദൈവം സാധിപ്പിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹകരമായി ഈ കോയിറ്റൻ്റെ പ്രദേശത്ത് കുടുംബമായി ഈ സംഗീതം ഏറ്റവും ദൈവനാമമഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഒപ്പം ഹാർവസ്റ്റ് TV ഒരുക്കിയ ഈ പ്രവാസി സംഗീതം എന്ന എപ്പിസോഡിൽ വന്ന് പങ്കെടുത്തതിലുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഈ ഒരു അവസരം ഒരുക്കി തന്ന ഹാർവസ്റ്റ് TVക്കും അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. വളരെ അനുഗ്രഹമായ ഒരു എപ്പിസോഡ് കൂടി അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ട ജോമിയുടെ ജീവിതാനുഭവങ്ങളും പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. തീർച്ചയായിട്ടും വീണ്ടും ഞങ്ങൾ ഓർപ്പിക്കുന്നു, ഇതുപോലെ താലന്തുകളുള്ളവർ കുവൈറ്റിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഹോട്ട് സീറ്റിലിരിക്കണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഒരുപക്ഷെ നിങ്ങൾ ജനത്തിനറിയാൻ വയ്യാത്ത നല്ല താലന്തുകളുള്ളവരായിരിക്കാം. അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിൽ ഒരവസരം തീർച്ചയായിട്ടും ഈ ഹാർവസ്റ്റ് TV ഒരുക്കുന്നതാണ്. അങ്ങനെ വീണ്ടും ഒരു വ്യക്തിയുടെ, ഒരു കലാകാരൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.